എൻ്റെ ജീവിത നാടകത്തിലെ ഈ അംഗം വിചിത്ര ദൃശ്യങ്ങൾ നിറഞ്ഞതാണ്. മത്സ്യരാജ്യത്തിൻ്റെ രാജധാനിയായ വിരാട നഗരിയിലെ രാജകൊട്ടാരത്തിൽ ഞങ്ങൾ വേഷപ്രച്ഛന്നരായി അഭയം തേടി. ഒരു വർഷം നിർവിഘ്നം കടന്നുപോയാൽ ദുഃഖമയമായ നാടകത്തിന് തിരശ്ശീല വീഴും. നാടകാന്ത്യത്തിന് മുൻപുള്ള ദൃശ്യം അഭിനയിക്കപ്പെടുകയാണ്. ഇങ്ങനെ ആലോചിച്ച് മനസ്സിന് ധൈര്യം കൊടുക്കുകയായിരുന്നു ഞാൻ. അജ്ഞാതവാസത്തിലെ 4 മാസം എങ്ങനെയോ കടന്നുപോയി. യുധിഷ്ഠിരൻ കങ്കൻ എന്ന പേരിൽ വിരാട രാജാവിൻ്റെ സഭയിൽ അംഗമായി. ചൂതുകളിയിൽ ആശാനാണ് അദ്ദേഹം. രാവും പകലും പകിടി കളിച്ച് രാജാവിനെ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഏതുമൂലമാണോ ഞങ്ങളുടെ വനവാസ ദുഃഖം ആരംഭിച്ചത്, അതുകൊണ്ട് തന്നെ ആ ദുഃഖം സമാപിക്കുകയും ചെയ്യും. ബ്രാഹ്മണനായ കങ്കൻ യുധിഷ്ഠിരൻ്റെ മിത്രനാണെന്നറിഞ്ഞ് വിരാട രാജാവ് അദ്ദേഹത്തെ വേണ്ട പോലെ ബഹുമാനിച്ചു. കരുത്തനും ഭോജനപ്രിയനുമായ ഭീമസേനൻ തൻ്റെ സൗകര്യത്തിന് അനുസൃതമായ ജോലി തിരഞ്ഞെടുത്തു. അദ്ദേഹം വിരാട രാജ കൊട്ടാരത്തിൽ പാചകക്കാരനായ വല്ലഭനായി തീർന്നു. യുധിഷ്ഠിരന്റെ രാജകൊട്ടാരത്തിൽ അദ്ദേഹം ദ്രൗപദിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ പാചകക്കാരനായി ജോലി ചെയ്തുവിട്ടുണ്ടത്രേ. മല്ലയുദ്ധത്തിലും സമർത്ഥനാണെന്നറിയിച്ച് വിരാടൻ അദ്ദേഹത്തെ കൊട്ടാരത്തിലെ മുഖ്യ പാചകക്കാരനായി നിയമിക്കുകയും ചെയ്തു. കാമദേവന് തുല്യം സുന്ദരനായ എൻ്റെ ഭർത്താവ് അർജുനൻ സ്വീകരിച്ച വേഷം വിചിത്രം തന്നെ. നപുംസകമായ അദ്ദേഹം നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്ന ബൃഹന്നളയായി തീർന്നു. ഗന്ധർവനായ ചിത്രസേനയിൽ നിന്ന് അഭ്യസിച്ച നൃത്തഗീതങ്ങളും ഊർവശി ശാപവും ഇപ്പോൾ പ്രയോഗത്തിൽ വന്നു. ദ്രൗപദിയുടെ സഖിയായിരുന്നു എന്നറിഞ്ഞ റാണി സുദേഷ്ണയ്ക്കും രാജകുമാരിയായ ഉത്തരയ്ക്കും അദ്ദേഹത്തോട് ആദരവുണ്ടായി. നപുംസകമായ അർജുനൻ സ്ത്രീകളെ പോലെ സാരി ഉടുത്ത് തൻ്റെ ദേഹത്തും തോളത്തുമൊക്കെ ഞാൻ തഴമ്പ് മറയ്ക്കുന്നുണ്ടായിരുന്നു. നീണ്ട തലമുടി കെട്ടിവെച്ചതിൽ പൂക്കൾ തിരുകുമായിരുന്നു. ചെവി, മൂക്ക്, കൈ, അര, കാൽ എന്നിവിടങ്ങളെല്ലാം പലതരം ആഭരണങ്ങൾ അണിയും. ചുണ്ട് ചൂപ്പിക്കുകയും നെറ്റിയിൽ കുങ്കുമം തൊടുകയും കണ്ണിൽ കൺമഷിയിടുകയും ഒക്കെ ചെയ്തു. രാജകുമാരി ഉത്തരയെ നൃത്തം പരിശീലിപ്പിക്കുന്നതോടൊപ്പം കൊട്ടാരത്തിൽ വിശേഷാവസരങ്ങളിൽ നൃത്തം അവതരിപ്പിച്ച് റാണിയെയും മറ്റ് സ്ത്രീകളെയും സന്തോഷിപ്പിക്കുമായിരുന്നു. എല്ലാവരുടെയും പ്രച്ഛന്നവേഷം സഹിക്കാവുന്നതായിരുന്നു. എന്നാൽ സുന്ദരനായ അർജുനനെ ബൃഹന്നളയുടെ വേഷത്തിൽ കണ്ടിട്ട് എൻ്റെ മനസ്സ് വ്യാകുലമായി. അദ്ദേഹത്തിൻ്റെ അപൂർവമായ നൃത്തഭംഗി കണ്ട് ആകൃഷ്ടരായി എല്ലാവരും കരഘോഷം മുഴക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുമായിരുന്നു. പൗരുഷമില്ലാത്ത ഈ അവസ്ഥ, ഹാസ്യജനകമായ ശരീരാകൃതി, സ്ത്രീ സഹജമായ സ്വരം, മുഖകാന്തി, താളാത്മകമായ ചുവടുവെപ്പ് എല്ലാം കുറച്ചു നാളത്തേക്ക് മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം. ഒരു സ്ത്രീക്ക് സ്വപ്നത്തിൽ പോലും ഭർത്താവിൻ്റെ ഈ അവസ്ഥ സഹിക്കുവാനാകുമോ? അന്തപുരത്തിലെ സ്ത്രീകൾ ബൃഹന്നളയുമായ വിനോദത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ കിന്നയായി ഗൗരവം കൊണ്ട് ധൈര്യം അവലംബിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ബൃഹന്നളയുടെ സ്ത്രീ സഹജമായ രീതികൾ അന്തപുര സ്ത്രീകളെ നന്ദി ചിരിപ്പിക്കുമായിരുന്നു. ആരാണ് ബൃഹന്നള എന്നുറക്കെ വിളിച്ചു പറയുവാൻ ചിലപ്പോൾ എൻ്റെ മനസ്സ് വെമ്പുമായിരുന്നു. എന്നാൽ അടുത്ത നിമിഷത്തിൽ ഹൃദയം കല്ലുപോലെയായി മാറുകയും ചെയ്യുമായിരുന്നു. നകുലൻ ഗ്രന്ഥികൻ എന്ന പേര് സ്വീകരിച്ചു. മുൻപ് യുധിഷ്ഠിരന്റെ കുതിരാലയത്തിൽ അശ്വരക്ഷകനായി പ്രവർത്തിച്ചത് കാരണം വിരാടൻ അദ്ദേഹത്തെ ഉടനടി അശ്വരക്ഷകനായി നിയമിച്ചു. സഹദേവൻ കാലുകളെ മേയ്ക്കുന്ന തൊഴിലേറ്റെടുത്തു. തന്ത്രിപാലൻ എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഏറ്റെടുത്ത വേഷങ്ങളിൽ നകുലനും സഹദേവനുമാണ് ഏറ്റവും സുഖവും സന്തോഷവും അനുഭവിച്ചത്. പഞ്ചപാണ്ഡവന്മാരുടെ അജ്ഞാതവാസ വേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ദ്രുപദപുത്രിയുടെ അഭിനയത്തെപ്പറ്റി എന്തു പറയാൻ? ദ്രൗപദി വിരാട രാജ്യത്തെ റാണി സുദേഷ്ണയുടെ പരിചാരികയായി. സൈരന്ധ്രി എൻ്റെ രൂപഭംഗി കണ്ട് റാണി മുഗ്ധയായി. എന്നെപ്പോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ രാജകൊട്ടാരത്തിൽ പാർപ്പിച്ചാൽ അവരുടെ വൃദ്ധനായ ഭർത്താവിന് വല്ല ആകർഷണവും തോന്നിയാലോ? ഞാൻ വിനയപൂർവ്വം പറഞ്ഞു, മഹാറാണി, ഞാൻ വിവാഹിതയാണ്. എൻ്റെ ഗന്ധർവന്മാരായ 5 ഭർത്താക്കന്മാർ ഭാഗ്യദോഷം കാരണം നാടുവിട്ടുപോകും. അതുകൊണ്ട് വയറു കഴിയാൻ വേണ്ടി ഞാൻ അവിടത്തേക്ക് ആശ്രയിക്കുകയാണ്. എൻ്റെ ഭർത്താക്കന്മാർ തിരിച്ചെത്തിയാൽ എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളൂ. ഞാൻ ആരെയും ആകർഷിക്കുകയില്ല. ആരെങ്കിലും ഇങ്ങോട്ട് ആകർഷരായാൽ അതവർക്ക് വിനയായിത്തീരും. എൻ്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ അവർക്ക് കഠിനശിക്ഷ നൽകുവാൻ മടിക്കുകയില്ല. ഒരുപക്ഷെ മാത്രം ഞാൻ ഒരു പുരുഷൻ്റെയും ആജ്ഞ അനുസരിക്കുകയില്ല, ആരുടെയും എച്ചിലെടുക്കുകയില്ല. അപ്പോൾ മുതൽ ഞാൻ റാണിയുടെ വിശ്വസ്ത സഖിയായി തീർന്നു. എൻ്റെ അഴിച്ചിട്ട മുടി സാരിത്തുമ്പ് കൊണ്ട് മറച്ച് ഞാൻ റാണി സുദേഷ്ണയുടെയും രാജകുമാരി ഉത്തരയുടെയും കേശാലങ്കാരം ഭംഗിയായി നടത്തുമായിരുന്നു. യുധിഷ്ഠിരൻ അതീവ സന്തുഷ്ടനാണ്. രാവും പകലും വിരാടന്റെ കൂടെ കളിയിൽ മുഴുകിയിരിക്കും. ആഹാരം കഴിക്കുന്നതും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ. അർജുനൻ രാജകുമാരി ഉത്തരയെയും റാണി സുദേഷ്ണയെയും രസിപ്പിച്ച് സമയം ചെലവഴിക്കുന്നു. അദ്ദേഹം അന്തപുരത്തിൽ പ്രത്യേക മുറിയിലാണ് താമസിക്കുന്നത്. അന്തപുരത്തിലെ ദാസിമാർ അർജുനനെ പരിഹസിച്ച് ചിരിക്കാറുണ്ട്. ഇത് കണ്ട് ഞാൻ കോപാധീനയാകും. ഞാൻ അവരെ സ്വന്തം ജോലി ചെയ്യുവാൻ പറഞ്ഞ് ശകാരിക്കുമായിരുന്നു. അവർ എന്നെ പരിഹസിക്കും. നിങ്ങൾക്കെന്താണ് ഇത്ര പ്രയാസം? 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും തൃപ്തി പോരാഞ്ഞ് വീട് വിട്ട് പോന്നിരിക്കുകയല്ലേ? ഇനി കുറച്ചുനാൾ ബൃഹന്നളയുടെ കൂടെ ചേർന്ന് രസിക്കും. അന്തപുരത്തിൽ വിനോദത്തിനുള്ള ഏക ഉപാധി ബൃഹന്നളയാണ്. മറ്റൊരു പുരുഷനും ഇവിടെ പ്രവേശനമില്ല. ഒരു പുരുഷനും കൂടി പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. മഹാറാണിയുടെ സഹോദരനായ കീചകൻ. അദ്ദേഹത്തിന് നിങ്ങളോട് വലിയ ആകർഷണമാണ്.
കീചകന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തെന്ന് വിചാരിച്ച് നിങ്ങളുടെ പാതിവൃത്യത്തിന് കളങ്കമൊന്നും സംഭവിക്കുകയില്ല. കീചകൻ ഞങ്ങളുടെ നേർക്ക് നോക്കുവാൻ പോലും ചെയ്യുന്നില്ല. അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ നപുംസകത്തോടെ ചിരിക്കുവാൻ നടക്കുമായിരുന്നു. വെറുപ്പും കോപവും മൂലം ഞാൻ അഗ്നിയായി മാറുമായിരുന്നു. എന്റെ കോപാഗ്നിയിൽ സർവ്വരഹസ്യങ്ങളും കത്തിച്ചാരമാകുമെന്ന് വിചാരിച്ച് അർജുനൻ ചിരിച്ചുകൊണ്ട് എന്റെ കൈക്ക് പിടിക്കുകയും ഏകാന്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, അവരുടെ വാക്കുകൾ അവഗണിക്കൂ, ഞാൻ എല്ലാവരുടെയുമാണ്. രാജാവിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ, റാണിക്ക് വേണമെങ്കിൽ അവരുടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ. ദാസിമാർ അശ്ലീല വാക്കുകൾ പറഞ്ഞ് ചിരിച്ചു. എനിക്ക് കരച്ചിൽ വന്നു. ഒന്നും പറയാൻ പറ്റുന്നില്ല. അർജുനൻ പതുക്കെ പറഞ്ഞു, കൃഷ്ണേ, അഭിനയം സത്യമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങളെയോ ദുഃഖത്തിന്റെ രാത്രി അവസാനിക്കാറായി. ഞാൻ കണ്ണുനീർ തുറച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഭീമൻ രാപ്പകൽ കഠിനമായി അധ്വാനിക്കുന്നുണ്ടായി. അദ്ദേഹം വന്ന ശേഷം മറ്റു പാചകക്കാർ അവിടെ ജോലി കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ട് വെറുതെ കുത്തിരിക്കുകയാണ്. ഭീമൻ അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. സ്വാദുള്ള ഭക്ഷണം തയ്യാറാക്കി അദ്ദേഹം എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. എല്ലാവരും കഴിച്ച ശേഷം കലവും പാത്രങ്ങളും ഇറക്കി വെച്ച് അവശേഷിച്ച ഭക്ഷണം മുഴുവൻ വയറ്റിലാക്കുമായിരുന്നു. മുൻപ് ആഹാരം പാകം ചെയ്താൽ ആദ്യം കഴിക്കുന്ന വ്യക്തി അദ്ദേഹമായിരുന്നു. വിളമ്പാൻ അല്പം പോലും വൈകിയാൽ കൊടുങ്കാറ്റഴിച്ചു വിടുമായി. ആഹാരത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ ക്ഷമയും ജ്ഞാനവും എല്ലാം പ്രത്യക്ഷമാകുമായിരുന്നു. ഇവിടെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവസാനം വരെ ആഹാരം കഴിക്കാതിരിക്കുന്നത്. ലോകം നിയന്ത്രിച്ച് എല്ലാവർക്കും വിളങ്ങി കൊടുത്തും എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു, ആഹാരം പാകം ചെയ്താൽ ഉടനെ ഞാൻ എത്ര താല്പര്യത്തോടെയാണ് ഭീമനെ വിളമ്പിക്കൊടുത്തിരുന്നത്. ഇവിടെ ഞാൻ ഒരു ദാസി മാത്രം. എനിക്കെന്ത് അധികാരം? ഭീമൻ ആഹാരം കഴിക്കുമ്പോൾ ദാസിമാരും പാചകന്മാരും എല്ലാം തമാശ കാണുവാനായി ചുറ്റും കൂടി നിൽക്കുമായിരുന്നു. അവർ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയും, പാവം, ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം രാജകീയ ഭക്ഷണം കണ്ടു കാണുകയില്ല. ഭാഗ്യം കൊണ്ട് ഇവിടെ ജോലി കിട്ടി, സുഖം. ഇങ്ങനെ പറയുന്ന ദാസിമാരുടെ മുഖത്തടിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. എങ്കിലും കോപം മടക്കുമായിരുന്നു. ഞാൻ അവരോട് പറയുമായിരുന്നു, ഹസ്തിനാപുരത്തെ രാജകുമാരനായ ഭീമൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. നല്ലപോലെ ഭക്ഷണം കഴിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാവരിലും പൊഴുത്തപ്പെടും. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം രാജകുമാരനാണ്. എന്നാൽ വല്ലഭൻ പാചകക്കാരനായി പോയതുകൊണ്ട് ഈ കഴിവ് ദാരിദ്ര്യത്തിൻ്റെ പ്രലോഭനമാണെന്ന് കരുതപ്പെടുന്നത്. നാളെ വല്ലഭന് രാജാവായി തീരുകയില്ലെന്ന് ആർക്കറിയാം? അയാൾക്കും രാജാവിനും വേണ്ട ശക്തിയുണ്ട്. ദാസിമാർ പൊട്ടിച്ചിരിച്ചു. വല്ലഭൻ രാജാവാകുകയാണെങ്കിൽ നിങ്ങൾ റാണിയായി തീരുമെന്ന് സ്വപ്നം കാണുകയാണോ? 5 ഭർത്താക്കന്മാരുണ്ടായിരിക്കെ ദാസിയാകുവാൻ യോഗമുണ്ടായില്ലെങ്കിൽ വല്ലഭനെ ആശ്രയിക്കുന്നതിൽ എന്താണ് ഹാനി? രാജാവായാലും അല്ലെങ്കിലും വല്ലഭന്റെ മുഖം രാജാവിൻ്റേതുപോലെ തന്നെ. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അശ്ലീലം നിറന്ന ആംഗ്യം കാട്ടി ചിരിച്ചു. ഞാൻ കോപിച്ച് എഴുന്നേറ്റ് പോയി. ഈ അന്തർദാഹത്തിൽപ്പെട്ട് ജീവിതം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഈ മരുഭൂമിയിലെ ഏക മരുപച്ച ഉത്തരയായിരുന്നു. ഉത്തരയെ കാണുമ്പോൾ ഞാൻ സന്താനങ്ങളുടെ വേർപാട് മറക്കുമായിരുന്നു. അവളുടെ അപൂർവ സുന്ദരമായ രൂപവും നിഷ്കളങ്ക സൗഖാമരിയും എൻ്റെ മനസ്സിൽ സ്നിഗ്ധതയും കുളിർമയും മാധുര്യവും നിറയ്ക്കുമായിരുന്നു. അവളെ മാറോടണച്ച് ചിലപ്പോൾ സ്നേഹത്തോടെ പറയുമായിരുന്നു, എൻ്റെ മകൻ രാജകുമാരനായിരുന്നുവെങ്കിൽ കുമാരിയെ എൻ്റെ പുത്രവതി ആക്കുമായിരുന്നു. എന്നെങ്കിലും ഏതെങ്കിലും അലൗകിക ശക്തി മൂലം എൻ്റെ പുത്രന് രാജസിംഹാസനം കിട്ടിയാൽ കുമാരിയെ എൻ്റെ പുത്രവതി ആക്കുമെന്ന കാര്യം തീർച്ച. ഉത്തര കൗമാര കൗതൂഹലത്തോടെ ചോദിച്ചു, ഇത്ര സുന്ദരിയായ നിങ്ങളുടെ പുത്രൻ എത്ര സുന്ദരനായിരിക്കും? നിങ്ങളുടെ ഗന്ധർവന്മാരായ ഭർത്താക്കന്മാർ എത്ര കരുത്തന്മാരും വീരന്മാരുമാണെങ്കിൽ അവരുടെ പുത്രൻ എത്രമാത്രം വീരനായിരിക്കും? ഞാൻ അഭിമന്യുവിൻ്റെ സൗന്ദര്യവും വീരത്വവും അലൗകിക പ്രതിഭയും ഉത്തരയെ വർണ്ണിപ്പിച്ചു കേൾപ്പിക്കുമായിരുന്നു. അവൾ ലയിച്ചിരുന്ന കേട്ട ശേഷം പറയുമായിരുന്നു, വീരനും സുന്ദരനുമായവൻ രാജാവാകുവാൻ യോഗ്യനാണെന്ന് എനിക്കറിയാം. ഉത്തരയും ഞാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഉള്ളിലെ ദുഃഖം എങ്ങോ പോയി മറയും. അപ്പോൾ കീചകൻ വന്ന് ഉത്തരയോട് തമാശകൾ പറയുമായി. ഉത്തരയെ നടുക്ക് നിർത്തിക്കൊണ്ട് എന്നോടും പലതരം കുങ്കിതങ്ങളോടെ അയാൾ ഹൃദയത്തിലെ വികാരം സൂചിപ്പിക്കുമായിരുന്നു. എനിക്ക് പുരുഷന്റെ ശൗര്യവും വീര്യവും പാണ്ഡിത്യവും ആകർഷങ്ങളായ ഗുണങ്ങളായി തോന്നുമെങ്കിലും അവരുടെ കാമവും അന്ധമായ വിഷയാസക്തിയും വെറുപ്പുളവാക്കുന്നു. എനിക്ക് കീചകനോട് വെറുപ്പാണ് തോന്നിയത്. അയാൾ ദാസി മാലതി വശം അനേകം ഉപഹാരങ്ങൾ കൊടുത്തയച്ചു. ഞാനെല്ലാം തിരികെ കൊടുത്തു. ഒടുവിൽ തൻ്റെ നഗ്നമായ കാമാസക്തി വിളർച്ചറിയിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുത്തയച്ചു. വായിച്ച ശേഷം ഞാനത് തീയിലിട്ടു. എന്നിട്ട് ദാസിയോട് പറഞ്ഞയച്ചു, കീചകൻ എന്തിനാണ് മരണത്തെ വിളിച്ചു വരുത്തതെന്ന് ചോദിക്കി. ഞാൻ വിഷകന്യകയാണെന്ന് പറഞ്ഞേക്കി. എന്നിട്ടും കീചകൻ അണങ്ങിയില്ല. കാമാസക്തനായ പുരുഷൻ മൃഗതുല്യനാണ്. മൃഗത്തിനുണ്ടോ ലജ്ജയും അപമാനവും? കീചകന്റെ പെരുമാറ്റത്തെക്കുറിച്ച് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ യുധിഷ്ഠിരനോട് പറയുമായിരുന്നു, അർജുനൻ ബലഹീനനും പൗരുഷഹീനനും നിരായുധനുമാണ്. ഭീമനോട് പറഞ്ഞാൽ ഞങ്ങളുടെ രഹസ്യം വെളിപ്പെടുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കും. യുധിഷ്ഠിരനോട് പറഞ്ഞാൽ എൻ്റെ ദുഃഖത്തിന് അറിവ് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം നിർവികാരനായി തീർന്നു. ന്യായത്തിനും ധർമ്മത്തിനും സഹിഷ്ണുതയ്ക്കും ക്ഷമയ്ക്കും ഔദാര്യത്തിനും മുൻപിൽ സ്ത്രീയുടെ മാന്യതയും വൈവശ്യവും ദുഃഖവും അപമാനവും അദ്ദേഹത്തിന് നിസ്സാരങ്ങളാണ്. എൻ്റെ പരിഭ്രമവും നിസ്സഹായതവും കോപവും വെറുപ്പും കണ്ട് അദ്ദേഹം നീതിവാക്യങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. ദ്രൗപദി, നിങ്ങൾ വിദൂഷിയും വിദ്യാസമ്പന്നയുമാണ്.
സ്വയം രക്ഷിക്കുവാൻ കഴിയാത്തയാളിനെ ആർക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയുകയില്ല. കീചകന്റെ ആഗ്രഹത്തിന് ഇരയാകാതെ സൂക്ഷിച്ചു കഴിയുക, അയാളിൽ നിന്ന് അകന്നു നിൽക്കുക, നമ്മുടെ രഹസ്യം വെളിപ്പെടുത്തുന്നതായിരിക്കത്തക്കെ പ്രവൃത്തിയും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ വലിയ ആപത്താവും. വിരാടന്റെ അന്തഃപുരത്തിൽ അനേകം സുന്ദരിമാരുണ്ടായിട്ടും കീചകന്റെ നോട്ടം നിങ്ങളിൽ പതിച്ചതെങ്ങനെ? വളരെ മുൻപേ കരുതലോടെ ഇരിക്കേണ്ടതായിരുന്നു. കോപിച്ചലറാനുള്ള അവസരമല്ല, നിലവിളിച്ച് ആശ്വാസം കൊള്ളുവാനും വയ്യ. കണ്ണുനീർ പൊഴിച്ച് നിസ്സഹായത അറിയിക്കാൻ പറ്റിയ ഭർത്താവല്ല യുധിഷ്ഠിരൻ. ഇന്നോളം അദ്ദേഹത്തിന്റെ മുൻപിൽ ഞാൻ കണ്ണുനീരൊഴുക്കിയിട്ടില്ല, ഇനി ഒഴുക്കുകയുമില്ല. വളരെ നാളുകൾക്ക് മുമ്പ് ഞാനെടുത്ത പ്രതിജ്ഞയാണിത്. പരിഭവത്തിന് വില കൽപ്പിക്കാത്തവരോട് പരിഭവിച്ചിട്ട് എന്ത് കാര്യം? അർജുനന്റെ മുമ്പിൽ ഞാൻ വളരെ കുറിച്ചേ കരഞ്ഞിട്ടുള്ളൂ. ഞാൻ പരിഭവിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം പിണക്കം കൂട്ടിച്ചേർത്ത് അശ്രുഭാരം വർദ്ധിപ്പിക്കും. തുറന്ന മനസ്സുള്ളവനും വിട്ടുതുറന്ന് സംസാരിക്കുന്നവനുമായ ഭീമന്റെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് ഞാൻ അനായാസേനെ കരഞ്ഞു പോകുന്നത്. എന്റെ കണ്ണുനീർ യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിയാൽ കടം താങ്ങാൻ പോലും അദ്ദേഹം തയ്യാറാകും. എന്നാൽ എനിക്ക് അദ്ദേഹത്തെ ഭയമാണ്. കീചകന്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ കേൾക്കാത്ത താമസം ഭീമൻ അയാളെ വധിക്കും. തൽഫലമായ അജ്ഞാതവാസക്കാലത്ത് ഞങ്ങളുടെ രഹസ്യം പുറത്താകും. ഞാൻ വളരെ കരുതലോടെ സ്വരക്ഷയ്ക്കുള്ള ഉപായങ്ങൾ നോക്കി. ഞാൻ എന്നെ ഈശ്വരൻ അർപ്പിച്ചു. ഭർത്താവാണ് സ്ത്രീയുടെ ഈശ്വരൻ. അയാൾ ഭാര്യയെ രക്ഷിക്കുവാൻ കഴിവില്ലാത്തവനാണെങ്കിൽ ഈശ്വരനാകുന്നത് എങ്ങനെ? രക്ഷകനായ പുരുഷനാണ് ഈശ്വരൻ. അതുകൊണ്ട് ഞാൻ ശ്രീകൃഷ്ണനെ ഈശ്വരപീഠത്തിലിരുത്തി പൂജിക്കുമായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ ആത്മബന്ധു, രക്ഷകൻ. അതിനാൽ അദ്ദേഹം എൻ്റെ ഈശ്വരനാണ്, ഹൃദയേശ്വരനാണ്, പ്രാതസ്മരണീയനായ പ്രിയ ബന്ധുവാണ്. ദൂരെയാണെങ്കിലും അനുനിമിഷം അദ്ദേഹത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആപത്തൊഴിവാക്കിക്കൊണ്ടേയിരുന്നു. അന്ന് വിരാട മഹാരാജാവിൻ്റെ അന്തഃപുരത്തിൽ ഏതോ ഉത്സവം ആഘോഷിക്കുകയായിരുന്നു. ഉത്സവം ഏർപ്പാട് ചെയ്തവർ റാണി സുദേഷ്ണയാണ്. ആട്ടവും പാട്ടും തീറ്റിയും കുടിയുമെല്ലാം വേണ്ട പോലെ ആഹാരം കഴിച്ച ശേഷം യുധിഷ്ഠിരൻ വിരാടനുമായി പകിട കളിക്കുകയായിരുന്നു. ഭീമൻ പാചകശാലയിൽ അത്യധ്വാനം ചെയ്യുകയായിരുന്നു. അർജുനൻ നൃത്താവതരണത്തിൽ മുഴുകി. നകുലൻ അതിഥികളുടെ കുതിരകളെ ഉചിതമായി ബന്ധിക്കുന്നതിലുള്ള ചുമതലയേറ്റെടുത്തു. സഹദേവൻ എന്നത്തെയും പോലെ ഗോശാലയിൽ തിരക്കിലായിരുന്നു. റാണി സുദേഷ്ണയുടെ അടുത്ത് ഞാനും ഉത്തരയും വരുന്നു. ബൃഹന്നലയുടെ നൃത്തം കണ്ട് സർവരും മുഗ്ധരായി. ഞാൻ മാത്രം മനോവിഷമം അനുഭവിച്ചുകൊണ്ടിരുന്നു. സ്വയംവര സഭയിൽ ഭൂമിയിലെ സകല വീരന്മാരെയും പരാജയപ്പെടുത്തി കൃഷ്ണയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അർജുനൻ അന്തപുരത്തിൽ സ്ത്രീകളുമായി നടക്കുന്നെന്ന് വിനോദിപ്പിക്കുവാൻ വേണ്ടി നൃത്തം ചെയ്യുന്നു. വിധിബലം. അപ്പോൾ റാണി സുദേഷ്ണ അജ്ഞാത സ്വരത്തിൽ പറഞ്ഞു, സൈരന്ധ്രി, മദ്യപാത്രം എടുത്തുകൊണ്ടുപോയി കീചകന്റെ മുറിയിൽ നിന്ന് മദ്യം കൊണ്ടുവരും. ഞാൻ മുറിവേറ്റ സ്വരത്തിൽ പറഞ്ഞു, മഹാറാണി, നീചകാര്യമൊന്നും ഞാൻ ചെയ്യുകയില്ലെന്ന് നേരത്തെ പറഞ്ഞതാ. അമിതമായ മദ്യപാനത്താൽ കീചകൻ ഈ സമയത്ത് ഉന്മത്താവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ കാമാന്തനായ ഒരു പുരുഷന്റെ മുറിയിൽ പോകുന്നത് ഏത് സ്ത്രീക്കും അപകാരപരവും ആപത്കരവുമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം. റാണി സുദേഷ്ണ എന്നോട് ഒരിക്കലും ദാസിയോടെന്ന പോലെ പെരുമാറിയിട്ടില്ല. ഇഷ്ടത്തോഴിയായിട്ടാണ് എന്നെ കരുതിയിട്ടുള്ളത്. എന്നാൽ അന്ന് കർക്കശ സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ ആജ്ഞ ധിക്കരിക്കുന്നതിൻ്റെ അർത്ഥം 5 ഭർത്താക്കന്മാരുടെ ഭാര്യയായ സന്ധ്യയ്ക്കറിയാമോ? ഞാൻ എഴുന്നേറ്റു. സുദേഷ്ണയെ തൻ്റെ സഹോദരൻ്റെ കാമാവാസന പൂർത്തീകരിക്കുന്നതിന് ഗൂഢാലോചന നടത്തുകയാണ്. ഏതാനും മാസം കൂടി ഇവരുടെ ആശ്രയം വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ കഷ്ടപ്പാടുകളും വിഫലമാകും. കൃഷ്ണയെ സ്മരിച്ചുകൊണ്ട് മദ്യപാത്രം കയ്യിലെടുത്ത് വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ കീചകന്റെ മുറിയിലേക്ക് നടന്നു. ആളിക്കത്തുന്ന അഗ്നിജ്വാലയിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. സമുദ്രത്തിലെ അന്തമില്ലാത്ത ആഴത്തിലേക്കാണ് ഞാൻ ഇറങ്ങുന്നത്. ഹിംസ്രജന്തുവായ വ്യാഘ്രത്തിൻ്റെ രക്തം ദാഹം ശമിപ്പിക്കുവാൻ അതിൻ്റെ വിളികേട്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. കീചകന്റെ കരുത്തിനു മുമ്പിൽ ഞാൻ അഗണ്യയാണ്. എൻ്റെ 5 ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഇവിടെ എന്നെ ഞാൻ തന്നെ രക്ഷിക്കാൻ. എൻ്റെ സ്ത്രീത്വം ആപത്തിൽപ്പെട്ടിരിക്കുന്നു. എങ്കിലും എനിക്ക് മുൻപോട്ട് പോകാതെ വയ്യ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ കൊലമരം വെട്ടുക നടന്നു പോകും. അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നടക്കുന്നത്, രാജാവിൻ്റെ കൽപ്പനയനുസരിച്ചാണ് അവൻ നടക്കുന്നത്. എൻ്റെ അവസ്ഥയും ആ വിധത്തിൽ തന്നെയായിരുന്നു. കീചകന്റെ മുറിയുടെ വാതിൽക്കൽ ഞാൻ വിവശനായി നിന്നു. കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് സ്വാഗതമായി പറഞ്ഞു, സഖി, അങ്ങാണ് എൻ്റെ ഈശ്വരൻ, പ്രിയതമൻ. അങ്ങയുടെ പ്രിയ സഖി കൃഷ്ണയുടെ മാന അപമാനമെല്ലാം അങ്ങയുടേതാണ്. അങ്ങ് തന്നെ എൻ്റെ മാനം കാക്കണം. കീചകൻ കാത്തിരിക്കുകയായിരുന്നു. കണ്ടയുടൻ 2 കൈകളും നീട്ടി വിഴുങ്ങുവാൻ മുന്നോട്ട് വന്നു. പെട്ടെന്ന് രൂപം പൂണ്ട നാഗപാശത്തെ ഞാൻ ശക്തിയോടെ തള്ളിമാറ്റി. ശരീരത്തിൻ്റെ സന്തുലനം നഷ്ടപ്പെട്ടയാകുകയും അപ്പോഴേക്കും ഞാൻ പേടിച്ചരേണ്ട മാൻപടയെ പോലെ ഓടി. വിരാടനും യുധിഷ്ഠിരനും പകിടി കളക്കുന്നിടത്ത് ചെന്നെത്തി. കീചകന് മുൻമത്തിനായി പിറകെ വന്നു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് എൻ്റെ മുടിക്ക് പിടിച്ചു വലിച്ച് താഴെ വീഴ്ത്ത്. എന്നെ ചവിട്ടുകയും ചീത്ത പറയുകയും ചെയ്തു. ആശ്ചര്യം. യുധിഷ്ഠിരൻ്റെ അചഞ്ചലനായി പകിട എഴിഞ്ഞുകൊണ്ടേയിരുന്നു. തലയുയർത്തി എന്നെ നോക്കിയതുപോലുമില്ല. ഭീമൻ പെട്ടെന്ന് അവിടെ എത്തി. കോപം കൊണ്ടെല്ലാം മറന്ന് ഒരു വിശാല വൃക്ഷത്തിലേക്ക് നോട്ടം അയച്ചപ്പോൾ തന്നെ യുധിഷ്ഠിരൻ കാര്യം ഊഹിച്ചു. പാചക ശിരോമണി, കാര്യമെന്താണ്? നിങ്ങൾക്കിവിടെ എന്ത് കാര്യം? വിറക് വേണമെങ്കിൽ കാട്ടിൽ പോകുക, ഇവിടുത്തെ കളിക്ക് തടസ്സമുണ്ടാക്കരുതേ. യുധിഷ്ഠിരൻ ആജ്ഞ കേട്ട് ഭീമൻ ക്രോധം നിയന്ത്രിച്ച് അവിടെ നിന്ന് മാറിപ്പോയി. ലജ്ജയും അപമാനവും മൂലം വിവശനായി ഞാൻ യുധിഷ്ഠിരൻ്റെ കേൾക്കെ വിരാട മഹാരാജാവിനോട് പറഞ്ഞു, സ്ത്രീക്ക് ന്യായത്തിൻ്റെ മാർഗം ചുറ്റും അടഞ്ഞു കിടക്കും.
താം ആ ശക്തനായ പുരുഷൻ എന്നെ ബലാത്കാരം ചെയ്യുവാൻ ഒരുമ്പിടുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യുമ്പോൾ അതൊരു സാധാരണ സംഭവമായി കരുതി അതിലിടപെടാതെ സുഖമായി പകിട കളിച്ചുകൊണ്ടിരിക്കുക. രാജാവ് സ്ത്രീയുടെ രക്ഷകനാകുന്നില്ലെങ്കിൽ അവൾക്ക് ആത്മഹത്യ ചെയ്യുവാനുള്ള അനുമതി കൊടുക്കണം. വിരാട മഹാരാജാവ് അപ്പോഴും മൗനം പാലിച്ചു. കീചകന്റെ കൈക്കരുത്തിന്റെ തണലിലാണ് അദ്ദേഹം രാജാവായിരിക്കുന്നത്. യുധിഷ്ഠിരൻ അദ്ദേഹത്തെ പക്ഷം പിടിച്ചുകൊണ്ട് പറഞ്ഞു, സൈരന്ധ്രി, വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ എന്ത് ന്യായം പറയും? നിങ്ങൾ അന്തഃപുരത്തിൽ പോകൂ. സ്ത്രീകളുടെ വാക്കുകൾ സഭാതലത്തിൽ ചർച്ച ചെയ്യപ്പെടില്ല. അന്തഃപുരത്തിന്റെ ചുമതലകൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചുവേ. ഇപ്പോൾ എല്ലാവരും ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് രാത്രിയാകുന്നതുവരെ കാത്തിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഗന്ധർവന്മാരായ ഭർത്താക്കന്മാർ ആരെങ്കിലും ഈ അപമാനത്തിന് പകരം വീട്ടുവാൻ വന്നാലോ? പോകൂ. വല്ലഭനോട് പറയും, വേഗം എത്താൻ തയ്യാറാകട്ടെ. ഇന്ന് രാത്രി എല്ലാവരും വിശ്രമിക്കും. കാരണം എല്ലാവരും ക്ഷീണിതരായത്. ഞങ്ങളുടെ കളിക്ക് തടസ്സമുണ്ടാക്കാതിരിക്കും. യുധിഷ്ഠിരൻ വീണ്ടും പകടിയേറും. ഞാൻ കണ്ണുനീരടക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പാതിവൃത്യം അവഹരിപ്പിച്ച ശേഷമേ എൻ്റെ ഭർത്താക്കന്മാർക്ക് ബോധം തെളിയൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ മൃതദേഹമായിരിക്കും ലഭിക്കുക. ഭർത്താക്കന്മാരാണെന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് വേണ്ടി സർവസ്വവും അർപ്പിച്ചു. അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കും. എൻ്റെ മൂത്ത ഭർത്താവിന് പകിടകളിക്ക് വിഘ്നമുണ്ടാകുന്നത് സഹിക്കുവാൻ പറ്റുകയില്ല. അദ്ദേഹം അറിഞ്ഞാലും വകവെക്കുകയില്ല. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള ആദരവ് കുറഞ്ഞു പോയാൽ എന്നെ കുറ്റം പറയണോ? യുധിഷ്ഠിരൻ തലകുനിച്ച് മിണ്ടാതിരുന്നു. ഞാൻ നടന്നുപോയി. അദ്ദേഹത്തിന്റെ ഇംഗിതം മനസ്സിലാക്കി ഭീമനെ കണ്ടെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. ഭീമൻ പറഞ്ഞതനുസരിച്ച് കീചകനോട് മാപ്പപേക്ഷിച്ചു. അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് വരുവാൻ ക്ഷണിച്ചു. ആ സന്ദർഭം പ്രയോജനപ്പെടുത്തിയ ഭീമൻ അയാളുടെ കഥ കഴിച്ചു. ഭീമനെ ഈശ്വരനെന്ന് കരുതി പ്രണമിച്ചു. ആ പാദങ്ങളിൽ കണ്ണുനീർ അർപ്പിച്ചു. രാത്രി മുഴുവൻ പാചകശാലയിലെ പരുപരുത്ത തറയിൽ ഭീമസേനന്റെ വിശാലമായ മാറിടത്തിൽ തലചായിച്ച് കൃതജ്ഞതയുടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം എന്നെ താലോലിച്ചു. എനിക്ക് അഭയം തോന്നി. ജീവിക്കാൻ പ്രേരണ നൽകി. എൻ്റെ ഗന്ധർവനായ ഭർത്താവ് വന്ന കീചകനുമായി കലഹിച്ചെന്ന് തൽഫലമായി കീചകൻ മരണമടഞ്ഞെന്ന് പിറ്റേന്ന് രാവിലെ വാർത്ത പറഞ്ഞു. അതോടെ അന്തഃപുരത്തിൽ എന്നോടുള്ള ബഹുമാനം വർദ്ധിച്ചു. ദുഃഖനിശ അവസാനിക്കാറായെന്ന് എനിക്ക് തോന്നി. കീചകവധത്തിന്റെ വാർത്ത മിന്നൽ പിണർ പോലെ ആര്യാവർത്തത്തിൽ എമ്പാടും പരന്നു. കൗരവന്മാരുടെ ലോപം പെരുകി. വിരാട രാജാവിന്റെ സമ്പത്ത് കൗരുവാൻ വേണ്ടി അവർ ആക്രമണത്തിന് വീയി. കീചകനില്ലാത്തതിനാൽ വിരാടൻ ദുർബലനായിരുന്നു. രാജയം ഉറപ്പായി. രാജാവ് കീഴടങ്ങുവാൻ തയ്യാറായി. എന്നാൽ പാണ്ഡവന്മാർ സമർത്ഥമായ കൗരവന്മാരെയും കർണനെയും പരാജയപ്പെടുത്തി. കൗരവന്മാർ പരീക്ഷീണരായി ഹസ്തിനാപുരത്തേക്ക് മടങ്ങി. പിന്നീട് പാണ്ഡവന്മാരെ തിരിച്ചറിഞ്ഞ് വിരാടൻ അത്യന്തം ആഹ്ലാദിച്ചു. ഏറെക്കാലമായി കാത്തിരുന്ന മോചനത്തിന്റെയും ദിവസം വന്നെത്തി. പാണ്ഡവന്മാരുടെ വനവാസം യുദ്ധത്തോടെ സമാപിച്ചു. ഭാവി എന്താണ് ആർക്കറിയാം. 13 വർഷത്തെ വനവാസ ദുഃഖത്തിന് ശേഷം ആദ്യം സഫലമായ അഭിലാഷം ഉത്തരയുടെയും അഭിമന്യുവിൻ്റെയും വിവാഹമായിരുന്നു. ഉത്തരയെ വീരനായ അർജുനൻ വിവാഹം ചെയ്യണമെന്ന് വിരാടൻ അഭ്യർത്ഥിച്ചു. എന്നാൽ സ്വഭാവശുദ്ധിയും വിവേകവുമുള്ള അർജുനൻ പറഞ്ഞു, ഞാൻ ഉത്തരയുടെ നൃത്തഗുരുവാണ്, പിതൃതുല്യൻ. അതിനാൽ എൻ്റെ മകൻ അഭിമന്യു ഇവളെ വിവാഹം ചെയ്യുന്നതായിരിക്കും ഉചിതം. എൻ്റെ മനസ്സിലെ ആഗ്രഹത്തിന് ആദ്യമായി അർജുനൻ വാഗ്രൂപം നൽകുകയായിരുന്നു. അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും വിവാഹം ആർഭാദത്തോടെ നടത്തപ്പെട്ടു. സുഭദ്രയും ബലരാമനും ശ്രീകൃഷ്ണനും 8 പട്ടമഹർഷിമാരും എൻ്റെ 5 പുത്രന്മാരും എൻ്റെ അച്ഛനും സഹോദരനും മറ്റനേകം രാജാക്കന്മാരും വിവാഹത്തിൽ പങ്കെടുക്കുവാനെത്തി. അമ്മ കുന്തി മാത്രം വന്നിനി. അവർ സുഖമില്ലാതെ വിരാടന്റെ കൊട്ടാരത്തിൽ കിടക്കുകയായിരുന്നു. നവവധുവിൻ്റെ അനുപമ സൗന്ദര്യത്തിൽ മുഗ്ധയായി സുഭദ്ര പറഞ്ഞു, ചേച്ചി, മരുമകൾ സൗന്ദര്യത്തിൽ നിങ്ങൾ മുന്നിലാവുകയില്ലെങ്കിലും ഇതുപോലൊരു സുന്ദരിയെ കിട്ടുക പ്രയാസമാണെന്ന് സമ്മതിക്കാം. വധുക്കളെ അന്വേഷിക്കുന്ന ചുമതല ചേച്ചിയെ ഏൽപ്പിക്കുന്നു. ഇനി നമുക്ക് 5 പുത്രന്മാർ കൂടിയുണ്ട്. അവർക്ക് സുന്ദരിമാരായ രാജകുമാരിമാരെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരണം. സുഭദ്രയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ചിരിച്ചു. ഞാൻ നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ആദ്യം അവർ യോഗ്യരായ മനുഷ്യരാകട്ടെ. ജനിച്ചപ്പോൾ മുതൽ അങ്ങിങ്ങ് ചിതറിക്കഴിയുകയല്ലേ. എന്താണോ അവരുടെ തലയെഴുതിയിരിക്കുന്നത്. ഇത്രയും നാൾ മക്കളെ പിരിഞ്ഞ് കാട്ടിൽ ചുറ്റി നടന്നു. ഇന്നവരെ സ്വന്തമെന്ന് പറയുവാൻ ധൈര്യമില്ല. എങ്കിലും ഭദ്രയുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്മയുടെ മനസ്സിൽ എത്രയോ ആഗ്രഹങ്ങൾ ഉണർന്നെണീറ്റു. ഭാവനാ സൃഷ്ടിയിലൂടെ ഞാൻ കാണുവാൻ തുടങ്ങി. കിരീടം ധരിച്ച 5 പുത്രന്മാർ, അവരുടെ അടുത്ത് അപൂർവ സുന്ദരിമാരായ രാജകുമാരിമാർ. എൻ്റെ കണ്ണുകൾ നനഞ്ഞു. ഞാൻ ആലോചിച്ചു, ഇതിൽ പരം എന്ത് സുഖം വേണം. ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടാൽ ഞാൻ വനവാസം സ്വീകരിക്കും. വിവാഹശേഷം അഭിമന്യുവിനെയും ഉത്തരയെയും കൂട്ടിക്കൊണ്ട് ഞാൻ സുഭദ്രയും വിതുരന്റെ കൊട്ടാരത്തിലേക്ക് പോകും. കുന്തിദേവിയുടെ ആശീർവാദം വാങ്ങുവാൻ മക്കളുടെ ദുഃഖത്താൽ വ്യാകുലനായ കുന്തിക്ക് വിവാഹം വളരെയേറെ ആനന്ദം പ്രദാനം ചെയ്തു. ബാലികയായ ഉത്തര വാർദ്ധക്യ ദിശയിൽ രോഗശൈലിയിൽ കിടന്ന അമ്മയ്ക്ക് ജീവിതത്തിലെ നാനാ ദുഃഖങ്ങൾ മറക്കുന്നതിന് പകരുന്ന മനോഹരമായ കളിപ്പാട്ടമായി. ഉത്തരയുടെ സുഖമായതിനെ ദാമ്പത്യം കണ്ട മുത്തശ്ശിയായ കുന്തി തൻ്റെ ശക്തമായ ദാമ്പത്യത്തിൻ്റെയും ദുഃഖപൂർണമായ മാതൃത്വത്തിൻ്റെയും വേദന മറന്നു കാണു. ഓം ശാന്തി ശാന്തി. ഒരു ഭാഗത്ത് ശാന്തി സ്ഥാപിക്കുവാനുള്ള ശ്രമം, മറുഭാഗത്ത് യുദ്ധത്തിനുള്ള വെല്ലുവിളി. ഇതിൽപ്പെട്ട എൻ്റെ അവശേഷിച്ച ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും മണ്ണടിയും.
പാണ്ഡവന്മാർ 12 വർഷത്തെ വനവാസത്തിന് ശേഷം 1 വർഷത്തെ അജ്ഞാതവാസവും പൂർത്തിയാക്കി. ന്യായമായും അർദ്ധരാജ്യവുമായി ഇന്ദ്രപ്രസ്ഥം തിരികെ കിട്ടിയതാണ്. എങ്കിലും എല്ലാ പ്രയത്നവും വ്യർത്ഥമായി. അഹങ്കാരികളും അസൂയാകുക്ഷികളും ദുരാചാരികളുമായ കൗരവന്മാരുടെ സ്വാർത്ഥത്തിനും അധർമ്മ ബുദ്ധിക്കും മുൻപിൽ മഹായുദ്ധമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. സമാധാനപരമായ സഹവർത്തത്തിനും സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിന്റെ ആവശ്യകത ഉണ്ടാകാമായിരുന്നു. മനുഷ്യൻ സമാധാനപ്രിയനാണ്. എല്ലാ കാര്യങ്ങളിലും കലഹിക്കുന്നതും രക്തച്ചൊലിച്ചിൽ ഉണ്ടാക്കുന്നതും മൃഗത്തിന്റെ സ്വഭാവമാണ്. ആദ്യകാലം മുതൽ അനേകം കാരണങ്ങളാൽ മനുഷ്യർ പരസ്പരം യുദ്ധം ചെയ്തു. ഓരോ തവണയും യുദ്ധത്തിന്റെ അന്തിമ ഫലം മരണവും രക്തച്ചൊരിച്ചിലും നാശവും വിലാപവുമാണ്. ഒരു പക്ഷം ജയിക്കും, എങ്കിലും ഇരുപക്ഷത്തും കനത്ത നാശമുണ്ടാകും. ദുർബലമായ മനുഷ്യജീവിതം അകാലത്തിൽ വാടിക്കരിയും. പരിഷ്കൃത തകരാതെ സംഭവിക്കും. ധനനഷ്ടം, ജീവഹാനി, ഭയം, ശങ്ക, ദുശ്ചിന്ത, ദുഃഖം ഇതെല്ലാം ഇരുപക്ഷത്തെയും ഗ്രസിക്കുന്നു. യുദ്ധം മൂലം സമൂഹത്തിനുണ്ടാകുന്ന നാശം ആലോചിക്കുമ്പോൾ ജേതാവിന് ജയരാജങ്ങൾ സമന്മാരായി തീർന്നു. അതിനാൽ അവസാനം വരെ യുദ്ധം മാറ്റിവെക്കുന്നതാണ് യുധിഷ്ഠിരൻ പ്രശ്നത്തിന് സമാധാനപൂർണമായ പരിഹാരം കണ്ടെത്തുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ പിതാവായ ദ്രുപദൻ സമാധാനപൂർണമായ പരിഹാരത്തിന് വേണ്ടി രാജപുരോഹിതനെ കൂട്ടിക്കൊണ്ട് ഹസ്തിനാപുരത്തിൽ പോയി. നിരാശനായി മടങ്ങിയോ കൗരവന്മാർ ഒന്നും കൊടുക്കുവാനൊരുക്കമെന്ന്. യുദ്ധം മാത്രമായി ഏക പോംവഴി. പാണ്ഡവന്മാർ യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തുന്നതിന് വാർത്ത കേട്ട് ധൃതരാഷ്ട്രർ സഞ്ജയനെ പാണ്ഡവ ശിബിരത്തിൽ ദൂതനായി അയച്ചു. യുധിഷ്ഠിരനിൽ നിന്ന് പിന്തിരിയുവാൻ പാണ്ഡവന്മാരെ ഉപദേശിച്ചു. പാണ്ഡവന്മാർ ഭിക്ഷാവൃത്തി സ്വീകരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അർത്ഥം. അദ്ദേഹം പറഞ്ഞയച്ചത് ഇതാണ്: ഹേ രാജൻ, യുദ്ധം കൂടാതെ കൗരവന്മാർ നിങ്ങൾ 5 ഗ്രാമം പോലും തരികയില്ല. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. എന്നാൽ യുദ്ധം ചെയ്ത് രാജ്യം നേടിയാലും ശാന്തി ലഭിക്കുമോ? ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും നാശത്തിലൂടെ രാജ്യം നേടിയെടുത്താൽ ശാന്തി ലഭിക്കുമോ? ക്ഷണികമായ ജീവിതത്തിൽ രക്തച്ചൊരിച്ചിൽ കൊണ്ട് ലഭ്യമാകുന്ന സുഖത്തിന് എന്ത് വിലയാണുള്ളത്? അത് ദുഃഖത്തിന്റെ പര്യായം മാത്രമാണ്. രക്തച്ചൊരിച്ചിൽ നടത്തി രാജ്യം പിടിച്ചെടുക്കാമെന്ന വിചാരമുണ്ടായിരുന്നെങ്കിൽ 13 വർഷം വനവാസ ദുഃഖം അനുഭവിച്ചത് എന്തിനി? നിങ്ങളുടെ എല്ലാ മഹത്വവും ധർമ്മബോധവും പുണ്യവും യശസ്സും യുദ്ധവും മൂലം നഷ്ടമാകും. അതുകൊണ്ട് നിങ്ങൾ എത്ര വീരന്മാരാണെങ്കിലും ധനത്തിനും രാജ്യത്തിനും വേണ്ടി യുദ്ധമെന്ന ഹീനകർമ്മത്തിന് മുതിരരുത്. അതിലും ശ്രേയസ്കരമായ ഭിക്ഷാവൃത്തിയാണ്. വനത്തിൽ കൂടി കെട്ടി സന്യസിക്കുന്നതാണ് കൂടുതൽ ഉചിതം. യുധിഷ്ഠിരൻ ചിന്തയിൽ പോയി. അദ്ദേഹം എന്നും യുദ്ധവിരുദ്ധനായിരുന്നുവല്ലോ. എന്നാൽ ഇവിടെ യുദ്ധം ചെയ്യാതെ വനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് ക്ഷത്രിയൻ ഉചിതമാണ്. യുധിഷ്ഠിരന്റെ ചിന്താകുലമായ മുഖം കണ്ട് ഭീമൻ പറഞ്ഞു: ഭിക്ഷ ബ്രാഹ്മണ ധർമ്മമാണ്, അത് ക്ഷത്രിയൻ അധർമ്മമാണ്. ജ്യേഷ്ഠ, കൗരവന്മാരുടെ അന്യായവും ദ്രൗപദിയെ അപമാനിച്ചതും അരക്കില്ലത്തിലെ ഗൂഢാലോചനയും തരിശുഭൂമിയായ ഗാണ്ഡവപ്രസ്ഥത്തിൽ നമ്മളെ അയച്ചതുമെല്ലാം അന്ന് മറന്നുപോയി. കൗരവന്മാരുടെ ഈ അധർമ്മം ഇപ്പോൾ മാത്രമല്ല പ്രകടമായത്. അന്ധനായ ധൃതരാഷ്ട്രരുടെ അസൂയ കാരണം ധർമ്മിഷ്ഠനും സമാധാനപ്രിയനുമായ നമ്മുടെ പിതാവ് പാണ്ഡു രാജാവായിരുന്നിട്ടും ഭാര്യമാരോടൊപ്പം ഘോരവനത്തിൽ കഴിഞ്ഞുകൂടുവാൻ ബാധ്യസ്ഥനായി. അദ്ദേഹം മരിച്ചതുപോലും വനത്തിൽ വെച്ചായി. നമ്മുടെ അമ്മ കുന്തി മഹാറാണിയാണ്, രാജമാതാവാണ്. എന്നാൽ ദുഃഖവും ദാരിദ്ര്യവും വിഷമവും സഹിച്ചുകൊണ്ട് അമ്മ അവനെ ആശ്രയിച്ചു കഴിയും. നമ്മുടെ കാര്യമോ? ജനിച്ചപ്പോൾ മുതൽ ഇന്നുവരെ കൗരവന്മാരുടെ അന്യായത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അസത്യത്തിൻ്റെയും അവിവേകത്തിൻ്റെയും ദുരന്ത ഭരങ്ങളാണ് നാം അനുഭവിച്ചത്. യുദ്ധം ചെയ്ത് അന്യൻ്റെ സ്വന്തം ഭാര്യയെ അപഹരിക്കുന്നത് അന്യായമാണ്. എന്നാൽ തനിക്ക് ന്യായമായി കിട്ടേണ്ടത് നേടിയെടുക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് പൗരുഷമാണ്, അത് അഭിമാനമാണ്. ഇതുവരെ എല്ലാം സഹിച്ചു, ഇനി സഹിക്കുവാൻ പറ്റുകയില്ല. ദ്രൗപദിയെ അവമാനിച്ചതിന് പകരം വീട്ടുവാൻ കിട്ടുന്ന അവസരം വേണ്ടെന്ന് വെച്ചിട്ട് ജീവിക്കുന്നത് വ്യർത്ഥമാണ്. അർജുനൻ ശാന്തസ്വരത്തിൽ പറഞ്ഞു: ശാന്തനാകൂ ജ്യേഷ്ഠ. നമ്മുടെ സഖാവും ആര്യാവർത്തത്തിലെ മഹാജ്ഞാനിയും നീതിജ്ഞാനുമായ ശ്രീകൃഷ്ണനുണ്ടല്ലോ. നമ്മുടെ ഭാവി കർമ്മ പരിപാടികൾ അദ്ദേഹം തീരുമാനിക്കും. ശ്രീകൃഷ്ണൻ പ്രശാന്തവദനല്ല, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയെ. അദ്ദേഹം ഉദാര ഗംഭീര സ്വരത്തിൽ പറഞ്ഞു: ഞാൻ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും നന്മ ആഗ്രഹിക്കുക. ഇരുകൂട്ടരും തമ്മിലുള്ള സംഘർഷത്തിന് സമാധാനം കണ്ടെത്തുവാൻ ആഗ്രഹിക്കും. ഇപ്പോഴും സമാധാനത്തിലുള്ള പ്രയത്നങ്ങൾ തുടരും. ആര്യാവർത്തത്തിൽ ഇപ്പോൾ ശാന്തിയും ധർമ്മവും തകരാറിലാണ്. അവ പുനഃസ്ഥാപിക്കപ്പെടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. കൗരവന്മാർ സമാധാനത്തിന് സംഭവിക്കുകയില്ലെങ്കിൽ യുദ്ധം തന്നെയാകും അന്തിമോപായം. ഇപ്പോൾ കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും വ്യക്തിപരമായ വിവാദമായ ഈ വിഷയം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് വെറും കുടുംബപരമായ സംഘർഷവുമല്ലാതെയായി. ഇത് ധർമ്മവും അധർമ്മവും, ആദർശവും ആദർശാഹിത്യവും, സത്യവും അസത്യവും, പാപവും പുണ്യവും തമ്മിലുള്ള സംഘർഷമായി മാറി. ധർമ്മത്തിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി, ശാന്തിക്കും മനുഷ്യനന്മയ്ക്കും വേണ്ടി ആവശ്യമെന്ന് കണ്ടാൽ രക്തച്ചൊരിച്ചിലും ജീവഹാനിയും ധനനഷ്ടവും മറ്റനേകം നാശങ്ങളും സഹിക്കേണ്ടത് ക്ഷത്രിയ ധർമ്മമാണ്. ഈ സമയത്ത് ആര്യാവർത്തത്തിൽ ഐക്യവും അഖണ്ഡതയും തകർന്നു പോയിരിക്കും. ആര്യാവർത്തം തുണ്ടുകളായി വിഭജിക്കപ്പെട്ടാൽ ദേവന്മാരും ദാനവന്മാരും ഇതിനെ വിഴുങ്ങുവാൻ തക്കം നോക്കും. ആര്യാവർത്തത്തിന് നിലനിൽപ്പില്ലാതെയാകും. തുടർന്ന് പരാതന്ത്ര്യത്തിന്റെ അന്ധകാരം. അതിന്റെ ഫലമായി കൗരവന്മാരും പാണ്ഡവന്മാരും മാത്രമല്ല, ആര്യാവർത്തത്തിലെ നിരപരാധികളായ ജനങ്ങളും സുഖവും ശാന്തിയും സൗഭാഗ്യവുമില്ലാത്തവരാകും. ഇപ്പോൾ പ്രശ്നം അഖണ്ഡതയുടെയും ധർമ്മരക്ഷയുടെയുമാണ്.
യോഗത്തിലുള്ളവർക്ക് ന്യായമായ അവകാശങ്ങൾ ലഭിച്ചില്ല എങ്കിൽ സാമൂഹിക സ്വാർത്ഥത്തിനു വേണ്ടി യുദ്ധത്തെ ആശ്രയിക്കേണ്ടി വരും. പാണ്ഡവന്മാർ രാജ്യമോഹം വെടിഞ്ഞ് വനവാസികളായി ജീവിച്ചാൽ അവർക്ക് നഷ്ടവും വരുവാനില്ല. നഷ്ടം സംഭവിക്കുന്നത് ആര്യാവർത്തത്തിലെ അസംഖ്യം ആളുകളായിരുന്നു. ധർമാത്മാക്കളും ഭരണപാഠവുമുള്ളവരും ന്യായബോധവുമുള്ളവരുമായ യോഗ്യന്മാർ രാജ്യം ഭരിക്കുന്നതാണ് ഉചിതം. ഗോവ്, ബ്രാഹ്മണൻ, ശിശു, സ്ത്രീ, ധർമ്മം, പാരമ്പര്യം എല്ലാം അപകടത്തിലാണ്. അവരെ രക്ഷിക്കുകയാണ് ഈ മഹായുദ്ധത്തിൻ്റെ ലക്ഷ്യം. സന്ധി പ്രസ്താവനം അവർക്ക് സ്വീകാര്യമല്ല എങ്കിൽ യുദ്ധം അത് തന്നെ. കൃഷ്ണന്റെ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു. ആദ്യം മുതലേ ഞാൻ യുദ്ധത്തിന്റെ കാര്യം ആലോചിക്കുകയായി. ഇല്ലെങ്കിൽ പാപിക്ക് അർഹമായ ശിക്ഷ എങ്ങനെ ലഭിക്കും? കൗരവന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വരും തലമുറ പാപത്തെ ഭയക്കുന്ന നിത്യവും പട്ടാപ്പകൽ പരസ്യവുമായി സ്ത്രീയുടെ വസ്ത്രാക്ഷേപവും ചാരിത്ര ധ്വംസനവും നടത്തി നിർഭയരായി ചുറ്റി നടക്കും. യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. എന്നിട്ടും യുധിഷ്ഠിരന്റെ അഭ്യർത്ഥന മാനിച്ച് ശ്രീകൃഷ്ണൻ തന്നെ ഹസ്തിനാപുരത്ത് പോയി പഞ്ചപാണ്ഡവന്മാർക്ക് 5 ഗ്രാമങ്ങളെങ്കിലും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ദുരാചാരിയായ ദുര്യോധനൻ സന്ധ്യപ്രസ്താവനം തള്ളിക്കളഞ്ഞു. കൃഷ്ണനെ അപമാനിക്കുവാൻ പോലും അയാൾ ഉരുമ്പിട്ടു. കർണൻ ദുര്യോധനെ ഉപദേശിച്ചു. 5 ഗ്രാമം അവർക്ക് കൊടുത്താൽ ബുദ്ധിമാനായ കൃഷ്ണന്റെ കപടബുദ്ധി ഉപയോഗിച്ച് കാലവിളംബരം കൂടാതെ ഹസ്തിനാപുര രാജപദവി പാണ്ഡവന്മാർ തട്ടിയെടുത്തു. അതുകൊണ്ട് സൂചി കുത്തുവാൻ ഇടം പോലും പാണ്ഡവന്മാർക്ക് കൊടുക്കരുത്. ശ്രീകൃഷ്ണൻ മടങ്ങിപ്പോ. മഹായുദ്ധത്തിന്റെ വാർത്ത ചുറ്റും വ്യാപിച്ചു. ആര്യാവർത്ത സ്തബ്ധമായി. ധർമ്മത്തിന്റെ ജയം സുനിശ്ചിതമായിരുന്നു. എങ്കിലും യുദ്ധത്തിന്റെ ഭയം ഭയങ്കരമായ പരിണാമം ആർക്കണമെന്നറിഞ്ഞുകൂടാ. കൗരവന്മാരുടെ സ്വാർത്ഥവും വ്യക്തിഗതവുമായ പ്രയോജനവും കാരണം ആര്യാവർത്തം മുഴുവൻ ആ ആപത്തിൽപ്പെട്ട്. കൃഷ്ണൻ പലവരും ധൃതരാഷ്ട്രരെ പറഞ്ഞു നോക്കി. ഈ യുദ്ധത്തിന് ഉത്തരവാദി അദ്ദേഹമായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചു. അന്ധനായ രാജാവ് മറ്റുള്ളവരുടെ നന്മാതിഥികളെക്കുറിച്ച് അന്ധരായിരുന്നതുപോലെ പുത്രസ്നേഹത്തിനും അന്ധരായിരുന്നു. ഇതായിരുന്നു പാണ്ഡവന്മാർക്ക് ദുഃഖകരം. ന്യായമായ അവകാശത്തിന് തടസ്സം. ബുദ്ധിയും കുരുല സ്വഭാവവും വിവരിച്ച് ധൃതരാഷ്ട്രരുടെ ഒഴുകുകഴിവ് മാത്രമാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞിട്ടും കൃഷ്ണന്റെ സന്ധിപ്രസ്താവനം തള്ളിക്കളഞ്ഞപ്പെട്ടു. അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തിയ ശേഷം ഹസ്തിനാപുരത്തെ രാജസഭയിൽ നിന്ന് ഇറങ്ങിപ്പോ. കർണൻ അദ്ദേഹത്തെ യാത്രയാക്കുവാൻ അല്പദൂരം കൂടച്ച്. ഭീഷ്മർ, ദ്രോണൻ, കൃപാചാര്യർ മുതലായ മഹാരഥന്മാർ ഗത്യന്തരമില്ലാതെ കൗരവപക്ഷത്തെ പിന്താങ്ങുകയായിരുന്നു. എന്നാൽ കർണനായിരുന്നു വാസ്തവത്തിൽ കൗരവന്മാരുടെ മനോബലം, അവരുടെ ശക്തിയുടെ സ്രോതസ്. കർണൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കൃഷ്ണൻ അവസാനമായി ഒന്ന് ശ്രമിച്ചു പോയി. അയാൾ സമ്മതിച്ചാൽ ദുര്യോധനൻ നേർവഴിക്ക് പോയി. വിതുരന്റെ കൊട്ടാരത്തിൽ കുന്തിദേവിയുണ്ട്. വനവാസത്തിനു ശേഷം പുത്രന്മാരുടെ അനിശ്ചിതമായ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചവർ അതിയായ അന്തസംഘർഷം അനുഭവിക്കുന്നു. ഞാനും ശത്രുവിന്റെ രോഗവിവരമറിഞ്ഞ് അറിയിക്കുന്നതിനെക്കുറിച്ച് യുദ്ധം അനിവാര്യമാവുക എന്ന വാർത്ത പാണ്ഡവന്മാരെ അറിയിക്കുന്നതിന് മുൻപ് കുന്തിദേവിയെ അറിയിക്കേണ്ടതാ. വിതുരന്റെ കൊട്ടാരം വരെ കൂടെ ചെല്ലുവാൻ കൃഷ്ണൻ കർണനോട് ആവശ്യപ്പെട്ടു. യുദ്ധം ഉറപ്പാനെന്നറിഞ്ഞ് കൃഷ്ണനും കർണനും ഗൗരവം കൊണ്ടു. സന്ധിയെക്കുറിച്ച് പുനർവിചാരം നടത്തണമെന്ന് കൃഷ്ണൻ ഉപദേശിച്ചപ്പോൾ കർണൻ ഒറ്റവാക്കിൽ നിരസിച്ച് അഹങ്കാരം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, വീരന്റെ ജാതകത്തിൽ പിന്മാറ്റം രേഖപ്പെടുത്തുകയില്ല. ഒരിക്കൽ തള്ളിക്കളഞ്ഞ സന്ധികാര്യം ദുര്യോധനൻ അംഗീകരിക്കപ്പെടുകയില്ല. ഞാൻ അദ്ദേഹത്തെ എങ്ങനെ ഉപദേശിക്കും? ഒന്ന് നിർത്തിയിട്ട് പരിഹാസ സ്വരത്തിൽ കർണൻ തുടർന്നു. അർജുനൻ സ്വർലോകത്തും മർത്യലോകത്തിലും പാതാളത്തിലും എല്ലാം ചുറ്റി നടന്ന ആയുധശേഖരം നടത്തി കഴിഞ്ഞതും വനവാസകാലത്ത് കൃഷ്ണയുടെ പ്രവർത്തനം മൂലം ശബരവംശം മുഴുവൻ പാണ്ഡവന്മാരോടൊപ്പം നിൽക്കുന്നു. ആര്യന്മാരും ആര്യേതരുമായ എല്ലാ വിഭാഗങ്ങളും പിന്തുണ പാണ്ഡവന്മാർക്ക് ലഭിക്കും. ഈ യുഗത്തിലെ എല്ലാ ദിവ്യപുരുഷനായ കൃഷ്ണന്റെ സഹായവും അവർക്കുണ്ട്. പിന്നെ എന്തിനു യുദ്ധത്തിനെ അവർ ഭയക്കണം? അവർ എന്ത് ഭീരുക്കളാകുന്നു? കർണനെ പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമം വിപുലമാകുന്നത് കണ്ട് കൃഷ്ണൻ പറഞ്ഞു, കർമ്മ, നിങ്ങൾ കുന്തിദേവിയുടെ ധർമ്മപുത്രനാണ്. ശിവന്റെ ചരണാമൃതം കയ്യിലെടുത്ത് നിങ്ങളെ ധർമ്മപുത്രനായി സ്വീകരിച്ചതിന് പിന്നിൽ അവരുടെ നിസ്സഹായമായ മാതൃത്വത്തിന്റെ നിശബ്ദ വിലാപം കൂടിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും അത് കേൾക്കുവാൻ ശ്രമിച്ചില്ല. അവരെ പോലെ ദുഃഖിക്കുന്ന മറ്റൊരു സ്ത്രീ ആര്യാവർത്തത്തിൽ തന്നെ ഉണ്ടാവുകയില്ല. കർണ, കുന്തിക്ക് കൗമാരകാലത്ത് ജനിച്ച മകനാണ് നീ. അനന്തമായ പ്രകാശ സ്രോതസ്സും പ്രചണ്ഡകിരണമായ സൂര്യദേവനുമാണ് നിങ്ങളുടെ പിതാവ്. നിങ്ങൾ കുന്തിയുടെ പ്രഥമ സന്താനമാണ്. ലോകാപവാദം ഭയന്ന ആ കുമാരി നവജാത ശിശുവിനെ പെട്ടിക്കുള്ളിൽ കിടത്തി നദീപ്രവാഹത്തിലൂടെ ഒഴുക്കി. എങ്കിലും ഓരോ ഹൃദയസ്പന്ദനത്തിലും നിങ്ങളെക്കുറിച്ചുള്ള സ്മരണ നിലനിൽക്കും. രാധയുടെ വീട്ടിൽ നിങ്ങൾ കണ്ട ശേഷവും നിങ്ങളുടെ ജന്മവൃത്താന്തം അറിഞ്ഞ് കുന്തി മകനെ തിരിച്ചറിഞ്ഞു. ധർമ്മപുത്രൻ എന്ന നിലയിൽ സ്വീകരിച്ച് ഹൃദയത്തിലെ മൂകവ്യത ശമിപ്പിക്കുവാൻ ശ്രമിച്ചു. ധർമ്മപ്രകാരം നിങ്ങൾ പാണ്ഡുവിന്റെ മൂത്തപുത്രനാണ്, പാണ്ഡവന്മാരുടെ മൂത്ത സഹോദരൻ. മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സത്യം നിങ്ങളോട് തുറന്നു പറയേണ്ടത് എൻ്റെ കടമയായിപ്പോയി. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളുടെ മാതൃപുത്രനാണ്, അഭ്യുതാകാംക്ഷിയാണ്. നിങ്ങൾ ഇന്നോളം സ്വന്തം സഹോദരന്മാരെയാണ് ശത്രുക്കളായി കരുതിയത്. അനുജന്മാരുടെ ഭാര്യയെയാണ് പലതവണ അപമാനിച്ചത്. ഇപ്പോഴും സ്വന്തം സഹോദരന്മാർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ഉറച്ചു നിൽക്കുന്നു. അമ്മ കുന്തി ഇക്കാര്യം ഓർത്ത് മരണതുല്യമായ ക്ലേശം അനുഭവിക്കുന്നു. ഇനിയും ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. തുടരും.